അൽഹംദുലില്ലാഹ് കഴിഞ്ഞ 5 വർഷമായി ഈ മഹത്തായ സദസ്സ് ഇങ്ങനെ നടക്കുകയാണ്. എത്രയോ വീടുകൾ സീരിയലുകളും സിനിമകളുമായിരുന്ന അവരുടെ വീടുകളിലെ ഇശാ മഗ്‌രിബിന്റെ പുണ്യമേറിയ സമയങ്ങളിൽ അവരുടെ വീടുകളിൽ നടമാടിയിരുന്നത് ഇന്ന് അതിൽ നിന്നെല്ലാം മാറി സീരിയൽ വേണ്ട, സിനിമ വേണ്ട എന്ന് പറഞ്ഞ് 10,000-കണക്കിന് വീടുകളിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും ദിക്റും ഹദ്ദാദും അസ്മാഉൽ ഹുസ്നയുമെല്ലാം കൃത്യമായി ചൊല്ലുന്ന നല്ലവരായ ഒരുപാട് കുടുംബങ്ങൾ അൽഹംദുലില്ലാഹ് അതിന്റെ ഗുണങ്ങൾ ഓരോ വീടുകളിലും അവർ അനുഭവിക്കുകയാണ്. അവരുടെ സാമ്പത്തികമായ വിഷയങ്ങളിൽ, അവരുടെ ശാരീരികമായ വിഷയങ്ങളിൽ, അവരുടെ കുടുംബപരമായ വിഷയങ്ങളിൽ ഓരോരുത്തർക്കും അവരുടേതായ അനുഭവങ്ങൾ ധാരാളം പറയാനുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടന്നു പോകുന്നില്ല. അൽഹംദുലില്ലാഹ് ഈ കഴിഞ്ഞ 5 വർഷത്തിന്റെ ഉള്ളിൽ അള്ളാഹു നമുക്ക് തന്ന വലിയൊരു സൗഭാഗ്യം എന്ന് പറയുന്നത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അവരുടെ മക്കളായ അഹ്ലു ബൈത്ത്, അവരിൽ പാവപ്പെട്ട ധാരാളം ആളുകളുണ്ട്. എത്രയോ സയ്യിദന്മാര് വീടുകളില്ലാതെ വിഷമിക്കുകയാണ്, പ്രയാസപ്പെടുകയാണ്. നമ്മളൊക്കെ നല്ല വീടുകളിൽ താമസിക്കുന്നു. മുത്തു റസൂലുള്ളാഹിന്റെ മക്കൾക്ക് വീടുകളില്ല, അവര് വാടക വീടുകളിൽ കഴിയേണ്ടി വരുന്നു. പലരുടെയും ആ വാടക വീടിന്റെ മുതലാളിമാരുടെ ആട്ടും തുപ്പും കേൾക്കേണ്ടി വരികയാണ്. ആ വാടക കൊടുക്കാൻ വകുപ്പില്ലാത്തതിന്റെ പേരിൽ ഇറങ്ങടാ വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞ് ഒരു സയ്യിദിന്റെ മുഖത്ത് നോക്കി സംസാരിക്കുകയാണ്. വേദനാജനകമായി വിവരങ്ങളൊക്കെ നമ്മുടെ മുന്നിലെത്തുമ്പോ ആ വിഷയങ്ങൾ നമ്മൾ മദനീയം കുടുംബത്തോട് പറഞ്ഞു. അൽഹംദുലില്ലാഹ് 150ഓളം വീടുകൾ അങ്ങനെ മദനീയം കുടുംബത്തിന്റെ സഹായം കൊണ്ട് കഴിഞ്ഞ 5 വർഷത്തിന്റെ ഉള്ളിൽ നമുക്ക് നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ നമ്മുടെ കോട്ടക്കലിനപ്പുറത്തുള്ള നാട്ടിലേക്ക് ചെന്നപ്പോൾ ഒരു കണ്ണ് കാണാത്തൊരു സയ്യിദ്, ഞാൻ അവിടെ ഒരു വീട്ടിലെത്തിയിട്ടുണ്ട് എന്നറിഞ്ഞ് എന്നെ കാണാൻ വരികയാണ്. വളരെ ആവേശത്തോടുകൂടെയാണ് റിക്ഷ പിടിച്ചിട്ട് കണ്ണ് കാണാത്ത ആ സയ്യിദ് വീട്ടിലേക്ക് കയറി വരുന്നത്. ആ വീട്ടിലേക്ക് കയറി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് കരയാൻ, ഉസ്താദേ വീടിന്റെ വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് കേട്ടപ്പോൾ വലിയ സന്തോഷമായി, വലിയ ആനന്ദത്തോടുകൂടെയാണ് ആ കണ്ണ് കാണാത്ത സയ്യിദ് ആ ആനന്ദം പറയുന്നത്. അങ്ങനെ അൽഹംദുലില്ലാഹ് ഈ മജ്ലിസ് കൊണ്ടുണ്ടായ വലിയൊരു ഗുണമാണ്, നേട്ടമാണ്. അല്ലാഹുവേ അതിന്റെ കാരണം കൊണ്ട് ഞങ്ങളെ മജ്ലിസ് നീ ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. എന്തെല്ലാം നിയ്യത്തുകൾ ഓരോരുത്തരുടെയും കൽബിലുണ്ടോ ആ നിയ്യത്തുകളെല്ലാം നീ പൂർത്തിയാക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ മുത്തുമൂമിനീങ്ങളോട്, മുത്തുമൂമിനാത്തുകളോട്, ചെറുപ്പക്കാരികളായ പെൺമക്കളോട്, ചെറുപ്പക്കാരോട് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അലം യഅനില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അല്ലാഹുവിലേക്ക് നമ്മൾ മടങ്ങാൻ സമയമായില്ലേ? അവനായ റബ്ബിലേക്ക് മടങ്ങാൻ സമയമായില്ലേ? ഇനിയും എപ്പോഴാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്? അല്ലാഹുവിലേക്ക് നമുക്ക് മടങ്ങണം. കൃത്യമായി 5 വക്ത് നിസ്കരിക്കണം. ഒരു നിസ്കാരത്തിന്റെ ഒരു വക്ത് പോലും നമ്മൾ നഷ്ടപ്പെടുത്തി പോകരുത്. അല്ലാഹു നമുക്ക് തന്ന വലിയ നിധിയാണ്, വലിയ സമ്മാനമാണ്. ആ സമ്മാനം നിലനിർത്തണം. ഒരൊറ്റ 5 വക്ത് നിസ്കാരം പോലും നഷ്ടപ്പെടുത്തരുതേ. അല്ലാഹു നമ്മളെ പൊരുത്തപ്പെടൂല, അല്ലാഹു നമ്മളെ സ്വീകരിക്കൂല, അല്ലാഹുവിന്റെ അടുക്കൽ നമ്മൾ കബൂലിയത്തുണ്ടാകൂല. അല്ലാഹുവിന്റെ അടുക്കൽ ഒരു വിശ്വാസി രക്ഷപ്പെടണോ അവനിക്ക് നിർബന്ധമാണ് 5 വക്ത് നിസ്കരിക്കൽ നിർബന്ധമാണ്. 10 വയസ്സ് കഴിഞ്ഞ മോനോട് ചോദിക്കണം, മോനെ നിസ്കരിച്ചോടാ? പൊന്നമോളോട് ചോദിക്കണം, മോളെ നിസ്കരിച്ചോ മോളെ? അത് രക്ഷിതാക്കളുടെ കടമയാണ്. നിസ്കരിക്കാത്തവരാണെങ്കിൽ അവരെ അടിക്കണമെന്നാണ് പറയുന്നത്. 10 വയസ്സ് കഴിഞ്ഞിട്ടും നിസ്കരിക്കുന്നില്ലേ, അവരെ വടിയെടുത്ത് അടിക്കണമെന്നാണ് അല്ലാഹുവിന്റെ ദീനിന്റെ കൽപ്പന. വളരെ ഗൗരവമാണ് വിഷയം. കേവലം ഒരു തലാഖ് വീട്ടൽ കൊണ്ട് മതിയാകുമോ? ഇല്ല, ഇല്ല. അതേ സബഉൽ മുബിഖാത്തിൽപ്പെട്ട വൻ കുറ്റങ്ങളിൽപ്പെട്ട ഒരു പാപമാണ് നിസ്കാരം ഉപേക്ഷിക്കുക എന്നത്. അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ശിക്ഷ കഠോരമാണ്. അയാളുടെ മരണം മോശമാണ്. സൂഉൽ ഖാത്തിമത്ത് സംഭവിക്കുമേ. അവസാന സമയം മോശമായിട്ടല്ലാതെ അയാൾ മരിക്കൂല. അഊദു ബില്ലാഹ്. ഒരു ഇസ്ലാമിക ഭരണകൂടമാണ്, ശരീഅത്തിന്റെ എല്ലാ വിധിവിലക്കുകളും പൂർണ്ണമായി പാലിക്കുന്ന ഒരു രാജ്യത്തെ ഭരണകൂടത്തിന്റെ കോടതിയുടെ മുന്നിൽ ഒരു നിസ്കരിക്കാത്ത ഒരാളെ കൊണ്ടുവന്നാൽ അയാളെ കൊന്നുകളയണമെന്നാണ് ഇസ്ലാമിന്റെ വിധി. നായക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ പോലും നിസ്കരിക്കാത്തവനിക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. നാഥനായ റബ്ബിലേക്ക് മടങ്ങാൻ സമയമായില്ലേ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ?
കേവലം ഒരു ഖളാ കൊണ്ട് മതിയാകുമോ? ഇല്ല. നിസ്കാരം ഉപേക്ഷിച്ചവൻ അല്ലാഹുവിന്റെ മുന്നിൽ ഖളാ വീട്ടുന്നതോടൊപ്പം ഖാലിസായ തൗബ ചെയ്ത് മടങ്ങണമേ. ഖാലിസായ തൗബ ചെയ്ത് മടങ്ങണം. അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരയണം. അല്ലാഹുവിനോട് ഖേദിച്ച് മടങ്ങണം. ഇല്ല അല്ലാ, ഇനി ജീവിതത്തിൽ ഞാനൊരു നിസ്കാരം ഒഴിവാക്കൂല, ഒരു നിസ്കാരം നഷ്ടപ്പെടുത്തൂല. അത് കല്യാണത്തിന്റെ പേരിലായാലും സൽക്കാരത്തിന്റെ പേരിലായാലും ഏത് വിഷയത്തിന്റെ പേരിലായാലും നിസ്കാരം ഒഴിവാക്കാൻ, അത് അജ്മീറിലേക്കുള്ള യാത്രയായാലും അത് ഏർവാടിയിലേക്കുള്ള യാത്രയായാലും അത് മടവൂർ ശൈഖുനാന്റെ ഹദറത്തിലേക്കുള്ള യാത്രയായാലും നിസ്കാരം ഒഴിവാക്കാൻ അല്ലാഹു നമുക്ക് സമ്മതം തന്നിട്ടില്ല. കൃത്യമായി നിസ്കരിച്ചു കൊള്ളണം. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ. ഇനിയും